4 പതിറ്റാണ്ടുകാലം ഇറാനെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഭരിച്ച അയത്തുള്ള അലി ഖമനേയുടെ അന്ത്യം ലോകത്തെ ഞെട്ടിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് ലോകം ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഇറാനിലും പുറത്തും പ്രകടമാകുന്നത് സമ്മിശ്ര വികാരങ്ങൾ തന്നെയാണ്. ഇത് പണ്ടേ ചത്തു തുലയേണ്ടത് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഖമനേയി ഇനി ഉയർത്തെഴുന്നേൽക്കും. ഖമനേയുടെ ഉയർപ്പ് കൂടുതൽ ശക്തമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരും നിരവധിയാണ്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ഖമനേയി കൊല്ലപ്പെട്ടെന്ന വാർത്ത സ്ഥിരീകരിച്ചതോടെ ഒരു വിഭാഗം ജനങ്ങൾ തെരുവിൽ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ ഭരണകൂട അനുകൂലികൾ കടുത്ത ദുഃഖത്തിലും ആശങ്കയിലുമാണ്. ദശാബ്ദങ്ങളായുള്ള പുരോഹിത ഭരണത്തിന് അന്ത്യമായി എന്ന വിശ്വാസത്തിൽ ഇറാനിലെ പല നഗരങ്ങളിലും ജനങ്ങൾ തെരുവിലിറങ്ങി. ടെഹ്റാനിലും കരാജ് പട്ടണത്തിലും സ്ത്രീകൾ ഹിജാബ് വലിച്ചെറിഞ്ഞ് നൃത്തം ചെയ്യുന്നതും ആർപ്പ് വിളിക്കുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ 1979 വിപ്ലവത്തിന് മുൻപുണ്ടായിരുന്ന ഷാ ഭരണകൂടത്തെ അനുകൂലിച്ചും ഫാസിസത്തിന് മരണം എന്ന മുദ്രാവാക്യം വിളിച്ചും ആയിരങ്ങളാണ് ഒത്തുകൂടിയത്. ഖമേനി കൊല്ലപ്പെട്ട വാർത്ത കേട്ട് സന്തോഷം അടക്കാനാവാതെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചും പിന്നെ അയൽക്കാർക്കൊപ്പം നൃത്തം ചെയ്തും 1 മാസം മുൻപ് നടന്ന പ്രതിഷേധത്തിൽ ലാത്തിയടിയേറ്റ സാറയുടെ വാക്കുകൾ ഭരണകൂടത്തോടുള്ള കടുത്ത അമർഷം വ്യക്തമാക്കുന്നു. സിറിയയിലും ന്യൂയോർക്കിലും ലണ്ടനിലും പ്രവാസികളായ ഇറാനികളും ജൂതന്മാരും ഒന്നിച്ച് മധുര പലഹാരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ഖമേനിയുടെ മരണം ആഘോഷിക്കുമ്പോൾ സന്തോഷ വാർത്ത കേൾക്കുന്ന എന്റെ ആദ്യ പ്രഭാതമാണിത് എന്നാൽ ഇറാനിൽ മനുഷ്യാവകാശ പ്രവർത്തക മാസിഫ് അലിനേജാദ് കുറിച്ചത്. അതേസമയം ഷിയ ഭരണകൂടത്തെയും ഖമനേയെയും പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കടുത്ത ആഘാതത്തിൽ തന്നെയാണ്. തങ്ങളുടെ ആത്മീയ നേതാവിന്റെ വിയോഗത്തിൽ രാജ്യം ഔദ്യോഗികമായി 40 ദിവസത്തെ ദുഃഖാചരണം 7 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചു. പാശ്ചാത്യ ശക്തികളുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ ഇനി ആരുണ്ടാകുമെന്ന ഭരണമാണ് ഇവരെ വേട്ടയാടുന്നത്. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഈ കൊലപാതകമെന്ന് ഭരണകൂട അനുകൂലികൾ വാദിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടനായ വ്യക്തി മരിച്ചു എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക നടത്തിയ കൃത്യമായ പ്ലാനിങ്ങിന് മുന്നിൽ ഖമേനിയുടെ സുരക്ഷാ കവചങ്ങൾ തകർന്നു വീണു. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തെ അപലപിക്കുമ്പോൾ രക്തദാഹിയായ സ്വേച്ഛാധിപതിയുടെ യുഗം അവസാനിച്ചു. എന്നാൽ ഷാ ഭരണകൂടത്തിന്റെ പിൻഗാമി റിസ പഹ്ലവി പ്രതികരിച്ചത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പണപ്പെരുപ്പത്തിനും ഈ ഭക്ഷണ സാധനങ്ങളുടെ വിലകയറ്റത്തിനുമെതിരെ മാസങ്ങളായി ഇറാനിൽ ജനകീയ പ്രതിഷേധം നിലനിന്നിരുന്നു. ഈ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഖമേനിയുടെ അന്ത്യം സംഭവിക്കുന്നത്. ഇത് ഇറാനെ ഒരു ജനാധിപത്യ രാജ്യമാക്കി മാറ്റുമോ അതോ രാജ്യം കടുത്ത ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് ഇറാനിലെ വിവിധ നഗരങ്ങളിൽ ജനങ്ങൾ ആഘോഷം നടത്തുകയാണ്. ഖമേനിയുടെ മരണത്തിൽ ആളുകൾ ആർപ്പ് വിളിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതായി ടെഹ്റാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നു. വലിയൊരു ജനക്കൂട്ടം നൃത്തം ചെയ്യുകയും സ്ത്രീകൾ മുഖാവരണങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുകയാണ്. ഷാ നീളാൾ വാഴട്ടെ എന്നും അവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. സ്ത്രീകൾ നൃത്തം ചെയ്യുന്ന വീഡിയോ പങ്കിട്ടുകൊണ്ട് ഇസ്രയേലിന്റെ മുൻ വക്താവ് ഐലോൺ ഐലവി എഴുതിയത് ഇസ്രയേൽ സ്വേച്ഛാധിപതിയായ ഖമനേയി കൊന്നുവെന്ന് കേട്ടതിന് ശേഷം ഇറാനിൽ സ്ത്രീകൾ ഈ മുടിമൂടാതെ തെരുവുകളിൽ നൃത്തം ചെയ്യുന്നു എന്നാണ്. ലണ്ടനിൽ ആളുകൾ ഈ വാർത്ത ആഘോഷിക്കുന്ന ഒരു വീഡിയോയും അദ്ദേഹം പങ്കിട്ടു. എത്ര മനോഹരമായ കാഴ്ച! ഇറാനുകളും അവരുടെ പ്രവാസികളായ ജൂതന്മാരും ഉറ്റ സുഹൃത്തുക്കളായി മാറിയിരിക്കുന്നു. പുരാതന നാഗരികതകളുടെ അവകാശങ്ങൾ എന്ന നിലയിൽ ഒരു പൊതു സ്വത്താലും ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തോടുള്ള വെറുപ്പാലും അവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. US-ഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖമേനി കൊല്ലപ്പെട്ടത്. ട്രൂത്ത് സോഷ്യലിൽ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടന്മാരിൽ ഒരാളായ ഖമേനി മരിച്ചു എന്നാണ്. നമ്മുടെ ഇന്റലിജൻസ്, അത്യാധുനിക ട്രാക്കിംഗ് സംവിധാനങ്ങൾ എന്നിവ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇസ്രയേലുമായി അടുത്ത് പ്രവർത്തിച്ചതിനാൽ ഖമേനിക്കോ അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ട മറ്റ് നേതാക്കൾക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂയോർക്കിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയ ജനക്കൂട്ടം ആർപ്പ് വിളിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വധിച്ചത് ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനും ഒടുവിലെന്നാണ് റിപ്പോർട്ട്. ഖമേനി എവിടെയാണ് എന്ന് ഇന്റലിജൻസ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ നിരീക്ഷിച്ചു. ഒടുവിൽ തന്റെ ഓഫീസിലുണ്ടെന്ന് ഉറപ്പുവരുത്തി. യാതൊരു പഴുതും നൽകാതെയായിരുന്നു ആക്രമണം. ഖമേനിക്കോ അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ട മറ്റ് നേതാക്കൾക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്.
ഖമേനി അടക്കമുള്ള നേതാക്കളെ വധിച്ചത് 30 ബോംബുകൾ തുടർച്ചയായി വർഷിച്ചെന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഖമേനിയെയും കൂട്ടാളികളെയും ഒന്നിച്ച് വധിക്കാനുള്ള സമയം നിരീക്ഷിച്ച് കണ്ടെത്തിയ ശേഷമായിരുന്നു ഇസ്രായേൽ US സംയുക്ത ആക്രമണം നടന്നത്. ഖമേനിയുടെ കോമ്പൗണ്ട് നശിപ്പിക്കപ്പെട്ടുവെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇറാന്റെ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്ന മുതിർന്ന അംഗങ്ങളെയെല്ലാം വധിച്ചെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന എക്സിലൂടെ അറിയിച്ചത്. ഇറാനിലെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉപദേശകരുമായ അലി ഷംഖാനി, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കമാൻഡർ മുഹമ്മദ് പക്പൂർ, പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദ തുടങ്ങിയ ബുദ്ധികേന്ദ്രങ്ങളെ വധിച്ചെന്നാണ് IDF അറിയിച്ചത്. ഖമേനിയുടെ മകൻ, പേരക്കുട്ടി, മക്കൾ, മരുമകൾ എന്നിവരും കൊല്ലപ്പെട്ടതായി ഇറാനിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണം ആരംഭിച്ച ശേഷം ഖമേനിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ശനിയാഴ്ച നടന്ന ആദ്യ ബാരേജിൽ അദ്ദേഹത്തിന്റെ സുരക്ഷിതമായ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെ കാണിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ അറിയിച്ചു. മൃതദേഹത്തിന്റെ ചിത്രം നെതന്യാഹു പുറത്തുവിട്ടുവെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെയെന്ന സ്ഥിരീകരണം. ഇറാന്റെ ഉന്നത സുരക്ഷാ നേതാക്കളായ പ്രമുഖർ ടെഹ്റാനിലെ 2 സ്ഥലങ്ങളിലായി യോഗം ചേർന്നത് ഇസ്രായേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയതും അതിനു പിന്നാലെയാണ് അപ്രതീക്ഷിത ആക്രമണം നടന്നതെന്നും ഇസ്രായേൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇന്നലെ രാവിലെയായിരുന്നു സർപ്രൈസ് ആക്രമണമെന്നും IDF അവകാശപ്പെട്ടു. ഖമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നെങ്കിലും ഇറാൻ നിഷേധിച്ചിരുന്നു. സ്വന്തം ഓഫീസിൽ വെച്ചാണ് ഖമേനി കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ ഖമേനിയെ ചുട്ടുകരിച്ചത് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്.